ഇല്ല, നെഗറ്റീവ് അത് അവരവരുടെ ഒപ്പീനിയനിലേ പറയുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടം. റിവ്യൂസ് കാരണം നെഗറ്റീവ് ഉണ്ടായിരുന്നു. അത് വിശ്വസിച്ചൊന്നും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് അങ്ങനെ ഒന്നുമില്ല, ഡിഫറൻറ്റ് സ്റ്റോറിയാണ്, ഫാമിലി സ്റ്റോറിയാണ്. സ്മാർട്ടായിരുന്നു, കൊള്ളായിരുന്നു. അങ്ങനെ അജിത്തിനൊപ്പം തൃശ്യ, ആക്ഷൻ കിങ് അർജുൻ ഒന്നിക്കുന്ന വിടാമൂർച്ചി റിലീസായി 2ാം ദിവസം. ആദ്യ സിനിമയ്ക്ക് ഒരു മിക്സ് റെസ്പോൺസിലായിരുന്നു. അപ്പോൾ 2ാം ദിവസത്തിൻ്റെ അഭിപ്രായങ്ങൾ അറിഞ്ഞും അറിയാതെ ധാരാളം അവിടെ ചോദിച്ചേക്കാം സിനിമ എങ്ങനെ ഉണ്ടെന്നുള്ളത്. നല്ല പടം, കൊള്ളാം, നല്ല പടം, നല്ല പടം. എൻ്റെ പെർഫോമൻസ് കൊള്ളാം. എന്തായാലും സ്റ്റണ്ട് കുറേ പേര് നെഗറ്റീവ് റിവ്യൂ പറയുന്ന കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഓക്കെ ബീജം കൊള്ളാം. 1000 ബീജം കൊള്ളായിരുന്നു. സിനിമാറ്റോഗ്രാഫിയും കൊള്ളാം. വിഷ്വലൈസ് പിന്നെ സുഖമായിട്ട് കണ്ടിരിക്കാം. ഇല്ല, ക്ലാസിക് പടം. കാരണം ഡയറക്ടർ മറ്റേ മകീഷ് തിരുമേനി പറഞ്ഞായിരുന്നു, അതേപോലെ നമ്മൾ വലിയ ഹൈപ്പ് വയ്ക്കാതെ വന്നാൽ കിടിലൻ പടമാണ്. 2 വർഷത്തിന് ശേഷം ഇറങ്ങുന്ന രാജ്യത്തിന്റെ പടം എന്ന് പറയുന്ന ഒരു ഹൈപ്പ് താനെ ക്രിയേറ്റ് ഇല്ല, ഹൈപ്പ് വേണ്ടത് തന്നെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ വന്ന കിടിലൻ പടമായിരിക്കും. നെഗറ്റീവ് വെറുതെ ആയിരിക്കും അല്ലേ ബ്രോ? ഇല്ല, നെഗറ്റീവ് അത് അവരവരുടെ ഒപ്പീനിയനിലേ പറയുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടം. ഡിഫറെൻറ്റ് സ്റ്റോറി, ഡിഫറെൻ്റ് ആണ്. മേക്കിംഗ് കൊള്ളാം, നല്ല സിനിമ കാണാം. പക്ഷേ നമ്മളിപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് അങ്ങനെ ഒന്നുമില്ല, ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്, ഫാമിലി സ്റ്റോറിയാണ്. കൊള്ളായിരുന്നു ബ്രോ. സെക്കൻഡ് ഹാഫ് സൂപ്പറായിരുന്നു. ആണോ? ആക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? സ്മാർട്ടായിരുന്നു, കൊള്ളായിരുന്നു. ബീജിയം അല്ല സ്മാർട്ട് അനിത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഫുള്ള് കയറ്റി. അടിപൊളി പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ലാഗൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. റിവ്യൂസ് ഒക്കെ അറിഞ്ഞാണോ ബ്രോ? വന്നാല റിവ്യൂസ് കാരണം നെഗറ്റീവ് ഉണ്ടായിരുന്നു. അത് വിശ്വസിച്ചൊന്നും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അടിപൊളി. ആക്ഷൻസും കാര്യങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നു. ആക്ഷൻസ് പൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അജിത്തും അർജുനായിട്ടുള്ള ഒരു കോംബോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സീൻസ് ഒക്കെ അത് കുഴപ്പമില്ല, പൊളി. ഫാമിലിയായിട്ട് കൊള്ളായിരുന്നു. റിവ്യൂസ് ഒക്കെ അറിഞ്ഞാണോ വന്ന? അല്ല അറിയാതെ തന്നെ റിവ്യൂസ് നോക്കിയായിരുന്നു ഓൺലൈൻ. ഓക്കെ, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു? കൊള്ളായിരുന്നു. കോമ്പിനേഷൻ വളരെ നന്നായിരുന്നു. ഒരു ഹോളിവുഡ് മൂവി പോലെ. എന്തോ സൂപ്പറായിരുന്നു. അജിത്തും സൂപ്പറായിരുന്നു. ഒരു ആക്ഷൻ നന്നായിരുന്നു. അജിത്തിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. ഇഷ്ടപ്പെട്ടെന്ന് എടുത്ത് പറഞ്ഞു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? 2 വർഷത്തിന് ശേഷം അജിത്തിന്റെ ഒരു സിനിമ പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, സൂപ്പറാണ്. 2 വർഷത്തിന് ശേഷം ഒരു അജിത്തിന്റെ സിനിമ വന്നിരിക്കുമല്ലേ, അപ്പോൾ എങ്ങനെ ഉണ്ടാവും കണ്ടപ്പോൾ? കുഴപ്പമില്ല, എല്ലാവർക്കും പറ്റുന്ന സിനിമയാണ്. ഫാൻസിന് മാത്രമല്ല, എല്ലാ ന്യൂട്രൽ ഓഡിയൻസിന് സെറ്റാകുന്ന സിനിമ. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട് പടത്തിന്റെ? മേക്കിംഗ് അടിപൊളിയാണ്. ബീജിയമും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അൻറ്റത്തിൻ്റെ? ബീജിയമൊക്കെ കുഴപ്പമില്ല. മൊത്തത്തിൽ പടം എങ്ങനെ ഉണ്ട്? കണ്ടിരിക്കാൻ വേണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടായിരുന്നോ? കണ്ടിരിക്കാൻ കൊള്ളാം, അടിപൊളിയാണ്. റിവ്യൂസ്